السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. بسم الله الرحمن الرحيم. ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله. تقوى الإله مدار كل سعادة واتباع أهواء رأس شر حبائلا. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, അതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടി എൻ്റെ ഫിർസത്തെ ചങ്ങായിമാരെ, അള്ളാഹു തആല ഞങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടിയ പോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്നിട്ട് ആമുഖമായിട്ട് ദ്വാരക്കറ. ആമുഖത്തേക്കൊന്നും കടക്കാണ്ട് ആ വിഷയത്തേക്ക് കടക്കറ. ഇന്നത്തെ അർപ്പിതമായ വിഷയ തഖ്വൽ ഇലാഹു മദാറു കുല്ലി സഅദത്തിൻ വത്തിബാഉ അഹ്വാ റഅസു ശർരി ഹബായിലാ. ഈ ബൈത്ത് പരാമർശിച്ചുകൊണ്ടുള്ള തഖ്വയെ കുറിച്ചായിട്ട് ഒരു വ്യക്തിയുടെ എല്ലാ വിജയത്തിനും കാരണം അത് തഖ്വ ആയിട്ടിക്കണം. തഖ്വ ചെന്നിങ്ങനെ ഗുന്തുണ്ട് ഹുവ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി ളാഹിറൻ വബാത്തിന. അല്ലാഹു തആല ആജ്ഞാക്കിയ കാര്യങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ അനുസരിച്ചിട്ട് അവന് നിരോധിച്ച കാര്യങ്ങൾ തൊട്ടിട്ട് ദൂരത്താവൃതായിട്ട് തഖ്വ. അത് പുറത്തു മാത്രമല്ല, ഉൾഗവും പുറത്തും ഒരേപോലെ അല്ലാഹു തആലയൊട്ടി കാപ്പട്ടയില്ലാത്ത പേടിയായിട്ട് തഖ്വ. ബഹുമാനപ്പെട്ട നസ്റാബാദി അവിടുത്തെ കിതാബിൽ ചൊല്ലും, من لازم التقوى اشتاق إلى مفارقة الدنيا. ആരെങ്കിലും ഓർത്ത അവൻ്റെ ജീവിതത്തിലുടനീളം അവന് തഖ്വ എന്നിട്ട് കണ്ടെങ്കിൽ അവನು അള്ളാഹുരൊട്ടിಗೆ എത്തുക അവನು ആഗ്രഹിക്കറ. കാരണം അല്ലാഹു തആല ഖുർആനിൽ ചൊന്നല്ലേ, വലിൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. ആഖിറ ചൊല്ലത് അത് തഖ്വ ഉള്ളവന് ഖൈറായിട്ട് അല്ലാഹു തആല ഖുർആനിൽ ചൊല്ല. നസ്റാബാദി അവിടെ അത് കണ്ടിന്യൂ ആക്കിയോ പോണ്ടു. വലാ യുനാലു ഖൈറുൻ ആജിലൻ വലാ ആജിലൻ ഇല്ലാ ബിത്തഖ്വ. ദുനിയാവിലും ആഖിറത്തിലും ഉള്ള എല്ലാ ഖൈറും കാരണം തഖ്വ കൊണ്ടിട്ടല്ലാണ്ട് അത് സാധിക്കില്ല. അതേപോലെ വലാ യുദ്ഫഉ ശർറുൻ ആജിലൻ വലാ ആജില ഇല്ലാ ബിത്തഖ്വ. ദുനിയാവിലും ആഖിറത്തിലും ഉള്ള എല്ലാ ശർറും തടയുക തഖ്വ കൊണ്ടിട്ടല്ലാണ്ട് സാധ്യയില്ല. തഖ്വ ചൊല്ലത് അത് നബി തങ്ങളെ ഉമ്മത്തിക്ക് മാത്രം ഉള്ള വസിയത്തല്ല. അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലില്ലേ, വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. നിങ്ങൾ മുന്നോൽ വന്ന് കിതാബ് കൊടുത്ത ആൾമാർട്ടവും നിങ്ങൾട്ടവും ഞങ്ങൾ തഖ്വ കൊണ്ടിട്ട് വസിയത്താക്കിയോണ്ടുള്ള. അതുകൊണ്ടിട്ട് തഖ്വ ചൊല്ലത് അത് നബി തങ്ങളെ ഉമ്മത്തിക്ക് മാത്രം സീമിതമായതല്ല. അല്ലാഹു തആലഗത്തെ മുത്തഖീങ്ങൾട്ടായിട്ട് ഏറ്റവും പിർസ അധിക അടയാളായിട്ട് ഖുർആനിൽ ഒരുപാട് ആയത്ത് ചൊല്ല. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. നിശ്ചയമായും അല്ലാഹു തആല തഖ്വ എന്നങ്ങളെ കൂട്ടത്തിലായിട്ട്
വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. ആരെങ്കിലും ഓർത്താവുൻ്റെ ജീവിതത്തിൽ തഖ്വ ഇന്നേട്ട് കണ്ടെങ്കിൽ അവങ്കു ലദുന്നിയായ ഇൽമു കൊടുക്കുറാട്ട് അല്ലാഹു തആല ഖുർആനിലെ ചൊല്ല. ഒരു വ്യക്തിക്ക് തഖ്വയോട് കൂടെ അവന് ജീവിച്ചാണ്ട് കണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസത്തിനും പരിഹാരം അല്ലാഹു തആല കൊടുക്കുറ. അതുപോലെ അല്ലാഹു തആല അവൻക്ക് റിസ്ക് അവൻ്റെ വിചാരിക്കാത്ത ഭാഗത്തിൽ അവന് കൊടുക്കുറ. ഖുർആൻ ചൊന്നിട്ടില്ലേ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹു തആല തഖ്വ ആക്കുറോൻക അവൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നിട്ട് പരിഹാരം കൊടുക്കുറ. അവൻക്ക് വിചാരിക്കാത്ത ഭാഗത്തിൽ നിന്നിട്ട് റിസ്ക് കൊടുക്കുറാട്ട് അല്ലാഹു തആല ഖുർആനിൽ ചൊല്ല. തഖ്വ ഇന്നക്ക് ജന്നത്ത് കൊണ്ടിട്ട് അല്ലാഹു തആല വാഗ്ദാനാക്കിയിട്ടില്ലേ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ. നിശ്ചയമായും തഖ്വ ഇന്നോൻ കൈട്ടിക്കർ സ്വർഗ്ഗാണ്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ചൊന്നൊരു ഹദീസുണ്ട്, തഖ്വ ഇല്ലാണ്ട് ആരെങ്കിലും ഓർത്ത അവൻ്റെ തടീച്ചക അനുസരിച്ചിട്ട് ശൈത്താൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് അവന് ജീവിച്ചാണ്ട് കണ്ടെങ്കിൽ അവൻ്റെ ദുനിയാവിലും ആഖിറത്തുമുള്ള എല്ലാ നാശത്തുക്കും കാരണാവറും. അതുകല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നെ, ഇന്ന അഖ്വഫ മാ അഖാഫ അലാ ഉമ്മത്തി ഇത്തിബാഉൽ ഹവാ വതൂലുൽ അമൽ. നിശ്ചയമായിട്ടും ഞാൻ എൻ്റെ ഉമ്മത്തിൻ്റെ പേടിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്തിനായിട്ട് ചൊന്നെങ്കിൽ അവനു തഖ്വയില്ലാണ്ട് അവൻ്റെ തടിച്ച അനുസരിച്ചിട്ട് അവന് ജീവിക്കറ. അവനു അത്യാസർ ബാക്കിൽ പോണ്ട. നിശ്ചയമായിട്ടും അത്യാസൽ ബാക്കിൽ പോയെങ്കിൽ തഖ്വയില്ലാണ്ട് അവൻ്റെ തടിച്ച അനുസരിച്ചിട്ട് അവന് ജീവിച്ചാണ്ട് കണ്ടെങ്കിൽ അവൻ്റെ ദുനിയാവും ആഖിറവും പരാജയപ്പെടുക കാരണം അവരോ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങൾ എപ്പോഴും തഖ്വ ഇന്നങ്ങാവണം. ഞങ്ങളെ തടിച്ചതനുസരിച്ചിട്ട് ഓരോ കാര്യം ആക്കരുത്, ഞങ്ങളെ തപ്പുകത് നയിക്കരുത്. ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി അവിടുത്തെ സയ്യിദുൽ ഖാത്തിർ ചൊല്ലി കിതാബിൽ ചൊല്ലു, ആരെങ്കിലും ഒരുത്തവർ അവ ആക്കുമ്പോൾ ഒരു റൂമു അവങ്കു ഇബാദത്താക്കോ വേണ്ടിയിട്ട് അവങ്കു ബുൾപ്പു അവൻ്റെ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن وأنتم مسلمون. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഈ ആയത്ത് ഞങ്ങളെട്ടിക ചൊന്നോണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങളെ പടച്ചിട്ട് അവൻ്റെ ഇബാദത്തെടുക്കുവാനായിട്ടായിട്ടിക്കിടും. ആ ഇബാദത്തെടുക്കുമ്പോഴത്തേക്കു ഞങ്ങൾക്ക് ബേനായ ഏറ്റവും വലിയ കാര്യം ഇഖ്ലാസ്, അതുപോലെ തഖ്വ. തഖ്വയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യം ആക്കുകയാവില്ല. മഹാനായ ഇസ്മായിലുൽ ഹിക് അൽ ബറൂസവി തങ്ങൾ അവിടുത്തെ റൂഹുൽ ബയാനിൽ ചൊല്ലു ഒരു കഥ. ഒരാള് ത്വാഹ സൂറത്ത് ഓതിയോണ്ടുണ്ട്. ആ ത്വാഹ സൂറത്ത് ഓതിയോണ്ടിക്കുമ്പോഴത്തേക്കും അതാ അയാളുടെ ഔത്തം ഒന്നൊരാൾ നടന്നുകൊണ്ട് പോണ്ടു. അങ്ങനെ പോകുമ്പോ ഔനതാ ആ ആള് കാണുമ്പോഴത്തേക്കു ജോറൊന്നു ഓതുറാം. അങ്ങനെ ജോറോതിയിട്ട് കൊറിയ നാല് കഴിഞ്ഞിട്ടതാ ആ മനുഷ്യ മരിച്ച് അതാ ആഖിറത്തിലെത്തിയപ്പോൾ മലക്കലതാ അവിടെ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഏട് കൊടുക്കുമ്പോ ഓനവിടെ അതാ ആ കയ്യിലെ ആ കിതാബ് പിടിച്ച് ഓൻ അതാ അവിടെ അതാ ഞാൻ ഈ സൂറത്ത് ത്വാഹ ഓതിയ സൂറത്ത് ഓതുമ്പോ അതിലതാ എല്ലാ ആയത്ത് അല്ലാഹു തആലയുടെ വചനം ഞാൻ ഓതിയില്ല, പക്ഷേ ഈ ആയത്ത് എന്തുകൊണ്ട് ഇല്ല എന്ന് അതാ മലക്കിനോട് കേൾക്കുമ്പോ മലക്ക് ചൊല്ലു, ഈ ആയത്തോതുമ്പോ നിന്റെ ഇഖ്ലാസ് ഇല്ല, അതാ നിക്ക് തഖ്വയില്ല, അതാ നീ നോദിടെ അവനു കേൾക്കുകയായിട്ടായിട്ടിക്കിട്. അതുകൊണ്ട് അള്ളാഹനെ പേടിച്ച് നീ ഓതിടല്ല. ഇങ്ങനെ ചൊല്ലുമ്പോ
ഓ നന്റെ മുതഅല്ലിമീങ്ങളെ, ഇഖ്ലാസും തഖ്വ രണ്ടും ഒരേ അർത്ഥത്തിലുള്ളത് അതാ തഖ്വയാണ്. അതല്ലേ മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഞങ്ങളിട്ടിಗೆ ചൊന്നുരന്തരെ തഖ്വല്ലില്ലാഹി മദാറു കുല്ലി സഅദതി വതിബാഉ അഹ്വാ റഅസു ശർരി ഹബായിലാ. ഈ തഖ്വ ചൊല്ലതെല്ലാ വിജയത്തിൻ്റെയും അടിത്തറ. ആ തഖ്വ ഇല്ലാണ്ട് ഒരാളും വിജയിക്കൂല, ഒരാളെയും അമൽ സ്വീകരിക്കില്ല. ഇങ്ങനെ ചൊല്ലുമ്പോ മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ ചൊല്ലു, ഇൻ അറത്ത അൻ തഅസി, നീ അതാ ഒരു തപ്പാക്കുക ഉദ്ദേശിക്കിടെങ്ക, നീ തപ്പുകാക്കിടെങ്ക ഉദ്ദേശിക്കിടെങ്ക, നീ അതാ തപ്പാക്കുമ്പോ അല്ലാഹുടെ നീ ഓർക്കുക തീരാ, അല്ലെങ്കിൽ നീ ഈ ദുനിയാവിടെ തൊട്ട് പുറത്തു പോനോ. മുഅ്മിനീങ്ങളെ, അത് സാധ്യല്ലല്ലേ. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ ചൊല്ലുമ്പോ അതാ എന്നിട്ട് ചൊല്ലോ, കുൽ മിൻ ഗൈരി റിസ്ഖിഹി, നീ അങ്ങനെ തപ്പാക്കിടെങ്ക അല്ലാഹുടെ ചോറ് നീ ഒന്നും തിന്നുകു തീരാ. ഓ മുഅ്മിനീങ്ങളെ, അതുക്കുള്ളൊരു ഓപ്ഷനും ഇല്ലല്ലേ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ വലിയ തഖ്വ മുത്തഖിയുള്ള നേതാവ്, ആ മഹാനവറുകൾ ഭരണം ഏറ്റെടുത്തപ്പോ അതാ അധികാരം ഏറ്റെടുത്ത ടൈമിലോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ ഔത്തുകഥാ ജാവിങ്ങനെ നടന്നോ പോണ്ടോ ഒരൗത്തുലു തീ കത്തിറ്. അങ്ങനെ തീ കത്തി അതാ എന്തിരെ മുട്ട മക്കതച്ചിട്ട് ബുൽപ്പിട്ടോണ്ടുള്ളാറ്. എന്തിരേട്ട് നോക്കുമ്പോ ഔത്തുലു ചോരില്ല. അതാ ഒരു ഇടത്തിൽ തന്നി ചൂടാക്കിയോണ്ടുള്ളാറ്, ചുത്തുമക്ക ബുൽപ്പിട്ടോണ്ടുള്ളാറ്. ഉമ്മടട്ടിക കേട്ട് എന്തിരെ നിങ്ങ ആക്കിടേണ്ട കേട്ടപ്പാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രട്ടിക ചൊല്ലോ, അതാ അല്ലാഹു തആല ഞങ്ങൾക്ക് ഉമർ ചൊല്ലുടെ ഒരാളെ ഏൽപ്പിച്ചിട്. പക്ഷേ ആ ഉമർ ഞങ്ങളിട്ടിക വന്നിട്ടില്ല. അങ്ങനെ ചൊന്നപ്പാ അതാ പെണ്ണ് ഇമരി കേക്കര്, വാ അജബാ യതവല്ലൽ അംറു വയഗ്ഫലു അന്നാ. അതാ ഞങ്ങളെ കാര്യം ഏറ്റെടുത്ത് അല്ലാഹുടെ അധികാരം ഏറ്റെടുത്ത് അതാ ഞങ്ങളെ കാര്യം മറന്നു പോണ്ടേ മാ. ഇങ്ങനെ കേട്ടപ്പാ ആ പെണ്ണ് കേട്ടപ്പാ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് ബേജാറായി, അവിടുന്ന് പതറിപ്പോയി. അങ്ങനെ പോയപ്പോ അതാ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടതാ മുട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ മഹാനവരുകൾ അതാ ഈ ഫുഡ് എടുത്ത പറഞ്ഞു ഗുബേനായിട്ട് പോയപ്പാ ആ പെണ്ണതാ ഫുഡ് എടുത്ത വന്ന് പറമ്പത്തുകോ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഓ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ, ഈ ഫുഡ് ഞാൻ എടുത്തോ പോണ്ട. ചൊന്നപ്പോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചൊല്ലോ, അതഹ്മിലു വിസ്രി യൗമൽ ഖിയാമ, നന്റെ ഈ പാപം അതാ നീ നാളെ ആഖിറത്തിൽ ഏറ്റെടുത്തോണ്ടേണ്ട് കേട്ടപ്പാ അതാ ത്വൽഹ റളിയല്ലാഹു അൻഹു കൊടുക്കടോ. അങ്ങനെ കൊടുത്തപ്പാ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളതാ അവിടെ നിന്നെല്ലാ സാമാൻ എടുത്തോണ്ട് ഔത്തുക വന്ന് കൊടുത്തപ്പാ ആ ഔത്തുക തീയാക്കിട്ട് കൊടുക്കടോ. തീയാക്കി കൊടുത്തു. ഓരോന്നും മഹാനായ തീ അതാ പത്തിരി ചുട്ട് കൊടുത്തോണ്ടിക്കട്. അങ്ങനെ കൊടുത്തപ്പോൾ ഇബ്നുൽ ജൗസി തങ്ങൾ ചൊല്ലോ, വഖതഖല്ലല ഫീ അസ്നാഇ ലിഹിയതിഹി മിൻഹ ദുഖാൻ വഹും ഫീ ഗാബ ഫീഹി. മഹാനവരുകളതാ ഓതിയോ അതാ തീയാക്കി കൊണ്ടിക്കുമ്പോ അവരുടെ താടിലതാ പുക ഇങ്ങനെ പോണ്ടോ. ഇതെന്തേ മുഅ്മിനീങ്ങളെ, അല്ലാഹുടെ പേടിച്ചിട്ടായിട്ടിക്കട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇങ്ങനെയുള്ള അമലാക്കുക അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശാൻ ശദീദുൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ
بسم الله ما شاء الله كان فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أنهم إن ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما وقال النبي صلى الله عليه وسلم إن الإيمان ليأرز إلى المدينة كما تأرز الحية إلى جحرها. ഏറ്റവും രണ്ട് പിരിസത്തോ ചങ്ങായിമാരെ മുത്തഅല്ലിമീങ്ങളെ, അള്ളാഹു ഞങ്ങൾ ഈ മജ്ലിസ് ഖബൂലാക്കി തരുമാറാകട്ടെ. ഇണ്ടത്തോ ഈ മജ്ലിസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വീകരിക്കുന്ന ഒരു മജ്ലിസാക്കി അള്ളാഹു ഖബൂലാക്കി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വലിയൊരു തൗഫീഖായിട്ടിക്കട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങ അവിടത് ചെല്ലത്. കാരണം ഈ ലോകത്ത് അല്ലാഹു തആല ഈ ലോകത്ത് അല്ലാഹു പടച്ചിരോ അത് മുത്തുനബി തങ്ങൾക്കു മാത്രമായിട്ടിക്കട്. ഒരു ഖുദ്സിയായ ഹദീസില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് ചെന്തണ്ട് അല്ലാഹു തആല ചെണ്ടേ ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. നബിയേ, തങ്ങ ഇല്ലാത്ത ഈ ദുനിയാവു തങ്ങ മാത്ത് ഇല്ലാണ്ടായെങ്കിൽ ഈ ദുനിയാവേ നാണ് പടക്കവു ഇല്ല ಅಂತണ്ടായിട്ടിക്കട്. നോക്കൊരു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഞങ്ങ എത്ര ഫോളോ ആക്കണം. ആ റസൂലുള്ളാഹി തങ്ങളായിട്ടിക്കറ് ഞങ്ങൾക്ക് പരിഹാരം ഉള്ളേ. അല്ലാഹു തആല ഞങ്ങൾക്ക് ഈ ലോകത്ത് തന്ന വലിയൊരു നിഅമത്തായിട്ടിക്കറ് ഈ ഉമ്മത്ത് എന്നുള്ളത്. ഒരു നാൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ട ഒരു അറാബി പണ്ട് ജാഅ അറാബിയുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഹദ്റത്തിലേക്ക് ഒരു അറാബി ബണ്ട്. അറാബി വന്നിട്ട് ചെല്ല് നബിയേ ലഖദ് അതൈനാക യാ റസൂലല്ലാഹ്, ഞങ്ങൾ നിങ്ങളെ മുട്ട ബന്നറ നബിയേ. വമാലനാ ബഈറുൻ യഇതു, ഞങ്ങൾക്ക് ഫുള്ള് നിറഞ്ഞ ഒരു കിണ ഇല്ല നബിയേ. എല്ലാ കിണ കാലിയായി പോയിട്ട് ഒരു മക്കും മുല കുടിച്ചിട്ടില്ല നബിയേ. കാരണരായത്തിൽ തന്നില്ല നബിയേ. ഒരു പരിഹാര തരു നബിയേ എന്ന് ചെന്നപ്പാ മിമ്പറിൽ വെച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ദുആർക്കിട് അല്ലാഹുമ്മ സ്ഖിനാ ഗൈസം മുഗീസാ. അല്ലാഹുവേ, ഞങ്ങളോ ഉമ്മത്തിക്ക് നീ തന്നി കൊടു റബ്ബേ. ഇവിടെ തന്നില്ല അല്ലാണ്ട് ചെല്ലുമ്പോ അല്ലാഹു മലബർ ബാട്രാ അതല്ലേ പറഞ്ഞത്. ആ അറാബിയായ മനുഷ്യ വന്നിട്ട് പാടുന്നത് വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. നബിയേ, ഞങ്ങൾക്ക് പോയിട്ട് ആവലാതി ചെല്ലുകൂ ഒരു ഇടമില്ല നബിയേ. തങ്ങളല്ലാതെ ഞങ്ങൾ ആരട്ട് നബിയേ ആവലാതി ചെല്ലത്. തങ്ങളട്ടല്ലേ ഞങ്ങൾ വന്നത്. ಅದಕ್ಕಾയിട്ട് തങ്ങ ദുആർന്നപ്പാ അല്ലാഹു തആല മല കൊടുക്കുടാ. ആ റായത്ത് ഫുള്ളു മല ബണ്ട് എല്ലാവർക്കും റാഹത്താവുടൂ. അൽഹംദുലില്ലാഹ്. ನಾನೊರು ಚೆಂದ ವಿಷಯ ಉಂಡು ನಂಗೆ ಉಮ್ಮತ್ತಿಂಗ ಆಗು ಬೆಲಿಗೆರು ಖೈರು. ചില ആൾമാർ ഇപ്പൊ ചെന്നോട്ടുള്ളാറ് മദീനത്ത് പോത്തീറ അത് ശിർക്കായിട്ടിക്കട്. ഹജ്ജാക്കിയെങ്കിൽ മദീന നിങ്ങൾ സിയാറത്താക്കോത്തീറ അത് ശിർക്കുണ്ട്. ചില ആൾമാർ ചെന്നോട്ടുള്ളാറ്. ആറ് ചെന്നു ശിർക്കുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ല്
മുത്തുനബി തങ്ങൾ ചെല്ലോ മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. നബി തങ്ങൾ ചെന്നോണ്ടുള്ളേ ഹജ്ജ് ഒരു മനുസാക്കിട്ട് നണ്ടു സിയാറത്താക്കില്ലെങ്കിൽ അവൻ നണ്ടട്ട പിണങ്ങി അവനായിട്ടിക്കിടെ. മൻസാറ ഖബ്രി വജബത് ലഹു ശഫാഅത്തി. നണ്ട ഖബ്ർ സിയാറത്താക്കി ಅವರು ಆಕೆ ಮನುಷ್ಯಗೆ ಆಖಿರತ್ತಿಗೆ ನಂಡ ಶಫಾತ್ ಅವಂಗು ನಿರ್ಬಂಧ ಇಟ್ಟಿಕ್ಕಿರೆ ನೋಕರು ಮುಮಿನಿಂಗಲೇ ಇದು ರಸೂಲುಲ್ಲಾ ಅಂತ ಕಿಟ್ರೋ ಪರಿಹಾರ ಅಲ್ಲ ಅಂತ ನಂಗೆ ಬೇರೆ ಆರತ್ತೇಡನು ನಂಗೆ ರಸೂಲುಲ್ಲಾ ಅಂತ ಪರಿಹಾರ ಬೇರೆ ಆರುಲ್ಲಾರೆ. ಅದಲ್ಲೇ ಮುತ್ತು ನಬಿ ಪರ್ನದೆ ಅಲ್ ಈಮಾನು ಯರಿಜು ಇಲಲ್ ಮದೀನಾ ಕಮಾ ತರಿಜುಲ್ ಹಯ್ಯತು ಇಲಾ ಜುಹುರಿಹಾ. ഈമാനുള്ള മനുഷ്യകു ഒരു പ്രശ്നം ഉണ്ടാ അപ്പ ഉണ്ട് ഈമാന് പോണ്ട മദീനത്തായിട്ടിക്കണ്. മദീനത്ത് പോയെങ്കിൽ പരിഹാരം ഉണ്ടോ? മദീനത്ത് റസൂലുള്ളാഹിന്റെ ചാരത്തായിട്ടിക്കര് പരിഹാര. എങ്ങനെ ചെന്നെങ്കിൽ ഒരു പാമ്പ് അത് അഭയ തേടാതൊരു മാലത്തായിട്ടിന്നെങ്കിൽ ഈമാനുള്ള മനുഷ്യരെ മനസ്സ് പോണ്ട മദീനത്തായിട്ടിക്കണ്. ആ മദീനത്തായിട്ടിക്കര് പരിഹാരം ഉള്ളത്. ഞങ്ങ ദോഷ കിടമാ ഞങ്ങൾക്ക് പരിഹാര റസൂലുള്ളാഹി ഉണ്ടോ? ഈ ദുനിയാവുಳು കഷ്ട ഉണ്ടാ പരിഹാരം ഉണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ. അതല്ലേ ആയത്തിൽ പറഞ്ഞത് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊകും. നബി തങ്ങൾ മുട്ട വന്നിട്ട് ആൽമാർ ഇസ്തിഗ്ഫാർ തേടാർ നബിയെ. അപ്പാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നണ്ടട്ട നിങ്ങ ദുആർക്കുമ്പോ നാനക്ക് പരിഹാരം കൊടുക്കുട അങ്ങളെ ദോഷന പൊരുത്തപ്പെട്ട് കൊടുക്കുട. ഇത് ഒരു ശിർക്കുമല്ല, ഇത് ഒരു ബിദ്അത്തുമല്ല. എല്ലാ ശിർക്കുടെ സൈഡിൽ വെച്ചിട്ട് ഈമാനുണ്ട മുഅ്മിനെ നിക്ക് ഈമാനുണ്ട ആഖിറത്തിൽ രക്ഷപ്പെടുന്ന പോരു മദീനത്തിಗೆ ബിലിക്കുരു റസൂലുള്ളാഹ്. എല്ലാ പരിഹാര തണ്ടോ റസൂലൂടെ ഇക്കുമ്പോ പിന്നെ എന്തിಗೆ ನಂಗೆ ടെൻഷന്? അല്ലാഹു തആല ഞങ്ങളെ കബൂലാക്കി തരുമാറാകട്ടെ. യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങളിൽ പെറ്റു തരുമാറാകട്ടെ എന്ന് മാത്രം ചെന്നിട്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, ചങ്ങായിമാർ, സുദീർഘമായ ആമുഖത്തു പ്രവേശിക്കാണ്ട് ഇരിട്ടായിട്ട് എൻ്റെ വിഷയത്ത് കിടക്കിട. ലോകമുഅ്മിനീങ്ങൾക്ക് എന്തൊരു പ്രശ്നം ഇന്നുണ്ടായെങ്കും എന്തൊരു തടസ്സ ഇന്നുണ്ടായെങ്കും അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ടിക്കട് അതിക്ക് പരിഹാരാണ്ട് ഞങ്ങ ചരിത്രങ്ങളിലും അഇമ്മത്ത് ചൊന്നതും ഞങ്ങൾക്ക് സാക്ഷിയാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ അദമ്യമായിട്ടൊന്നു സ്നേഹിക്കണം. അതായത് ബുഖാരിൽ ഒരു ഹദീസ് ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവരും ഗൊന്തുണ്ട്. എന്തിനെ ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുട്ട ഒരു അഅറാബിയായ മനുഷ്യ വന്നിട്ട് കേൾക്കറ, ഓ നബിയെ, ഞങ്ങളുടെ ജീവിങ്ങ ഞങ്ങളുടെ മക്കങ്ങ വളരെ പട്ടിണി കിടന്നുകൊണ്ടുള്ളറ്, അങ്ങ മെലിഞ്ഞോണ്ടുള്ളറ്, തണ്ണില്ലാണ്ട് കഷ്ടത്തുള്ളറ്, ഞങ്ങൾക്ക് നിങ്ങൾ ഒന്ന് പരിഹാരം ആക്കി തരണോട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുട്ട വന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുട്ട വന്നിട്ട് ആ മനുഷ്യ പാടുക, ലൈസാ ലനാ ഇല്ലാ ഫിറാറുനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസൂലി. അതായത് നബിയെ, നിങ്ങളുടെ മുട്ടല്ലാണ്ട് ഞങ്ങളുടെ പരിഹാര തേടുകൊല്ലെങ്കത്തെ ഒരാശ്രയ വേറെ ആരുള്ളൊരു നബിയെ ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുട്ട വന്നപ്പ പരിഹാരാക്കി കൊടുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ മുഅ്മിനീങ്ങളെ. മാത്രമല്ല മുഅ്മിനീങ്ങളെ, അതാ വിത്രിയ ബൈത്തിൽ നിങ്ങൾ കാണുക സാധ്യമുണ്ട്. ഇദാ ലം യകുൻ ലീ മിൻ ജനാബിക ശാഫിഉൻ. അതായത് ഊടെ ശഫാഅത്താകൊല്ലെങ്കത്തെ ഒരു നബി ഇന്നില്ലെങ്കിൽ മാത്തു അത് എൻ്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഷാഫിയായിട്ട് കിട്ടില്ലെങ്കിൽ മാത്തു ശഫൈതു, ഞാൻ എത്രമില്ല നഷ്ടത്തിലാണ്. ഫമാലി ഗൈറ ജാഹിക മൽജഉൻ. നക്ക അഭയ കേന്ദ്രമല്ലാണ്ട് തങ്ങളല്ലാണ്ട് ആരുള്ളറിട്ട്. മാത്രമല്ല മഹാന് പാട്, അമാനുൻ ലി അഹ്ലിൽ അർളി മുദഅല്ല ബൈനഹും
ബിഹി യദ്ഫഉല്ലാഹുൽ അസാബ വയദ്റഊ. അതേ നബിയേ, നിങ്ങൾ ഇക്കര കാലത്തോളം ഈ ലോക മുഅ്മിനീങ്ങൾക്ക് രക്ഷയല്ലേ, എല്ലാരും സംരക്ഷണാക്കിടത് നബിയല്ലേ. ബിഹി യദ്ഫഉല്ലാഹുൽ അസാബ വയദ്റഊ. നബി ഇക്കര കാലത്തോളം ഈ ലോക മുഅ്മിനീങ്ങൾക്ക് ശിക്ഷയില്ല നബിയേ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഖബർസ്ഥാനത്ത് ഇങ്ങനെ നടുല് നടന്നോണ്ട് പോയിട്ടിരിക്കുമ്പോ ഒരു ഖബറിൽ നിന്നിട്ട് ഒരു ശബ്ദം കേക്കറ്, അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ്, അന്നാറു അൻ യമീനി അന്നാറു അൻ ശിമാലി. നബിയേ, നന്റെ വലത്തെ ഭാഗത്തിലും ഇടത്തെ ഭാഗത്തിലും ദഗദഗ തീ കത്തിയോണ്ടുണ്ട് നബിയെ. ഞാൻ ജീവിതകാലത്തിൽ നന്റെ ഉമ്മകനെ ഉപദ്രിച്ച കാരണം കൊണ്ട് നക്കൂടെ ശിക്ഷ കിട്ടിയോണ്ടുണ്ട് നബിയേ. അതുകൊണ്ട് നന്റെ സംരക്ഷിക്കൊരു നബിയെ ചെന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക അങ്ങനെ കഷ്ടത്തെ ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അന്വേഷിച്ചിട്ട് ആ ഉമ്മടെ വിളിച്ചിട്ട് ചൊല്ലിടുവോ ഉമ്മ, അതും ഒന്ന് പുറത്തു കൊടുക്കറു ഉമ്മ. പക്ഷേ ആ ഉമ്മ പുറത്തു കൊടുക്കില്ല. അതിനക്ക് നല്ല നമ്പലായിടു നബിയെ, നക്ക് പുറത്തു കൊടുക്കുക സാധ്യയില്ല നബിയേ. അപ്പതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മടെ കാൽ സ്നേഹിക്കുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു, ഉമ്മ അതും ഒന്ന് പുറത്തു കൊടുക്കറുമ്മ. അങ്ങനെ ഉമ്മ പുറത്തു കൊടുത്തപ്പ കബറിൽ നിന്നിട്ട് വീണ്ടും ഒരു ധ്വനി കേക്കര്, ജസാക്കുമുല്ലാഹു യാ റസൂലല്ലാഹ്. നബിയെ, ഇപ്പോഴായിട്ട് ആ റാഹത്തുലില്ലേ, നിങ്ങൾ ആക്കിയതിനൊക്കെ ഭയങ്കര നന്ദിയുണ്ട് നബിയെ ചെന്നിട്ടു. ലോകത്തിൽ എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ പ്രശ്നത്തിനും പരിഹാരമാക്കിയ നബിയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല വലസൗഫ യുഅതീക ഫതർലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഖുർആനിൽ അല്ലാഹു ചോടെ നാല് ആഖിറത്തിൽ എത്തിയപ്പ അതാഅൻ ജസീല ബില നിഅമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുറു ഫതർലാ. അത് കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തൃപ്തിപ്പെട്ടു. പക്ഷേ ഖുർആനിൽ തൃപ്തിപ്പെട്ടു ചെന്നിട്ടായെങ്കും പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്തൊരു ചൊല്ലുകൊണ്ടുണ്ടാ, ഇദൻ ലാ അർളാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. അതേ നന്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നരകത്തിലിരിക്കുന്ന കാലത്തോളം ഞാൻ തൃപ്തിപ്പെടില്ല ചെന്നെങ്കത്തെ ലോകത്തെ നേതാവല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. മാത്രവുമല്ല മുഅ്മിനീങ്ങളെ, ആയിഷ ഉമ്മ ഒരു നാൾ പാതിരാജാവുക ഇങ്ങനെ എണിച്ചു നോക്കുമ്പോ കൂടെ കിടന്നെങ്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണ്ടില്ല. അന്വേഷിച്ചിട്ട് നോക്കുമ്പോ ജന്നത്തുൽ ബഖിയയിൽ നിസ്കരിച്ചുകൊണ്ടുണ്ട്. അതാ നിസ്കരിച്ചിട്ട് നിസ്കാരത്തിൽ ഓത്തുര ശേഷം ഉമ്മത്തുക്ക് പേനായിട്ട് ദുആർന്നോണ്ടുണ്ട്. റുകൂലും അതാ ദിക്റുടെ ശേഷം ഉമ്മത്തുക്ക് പേനായിട്ട് ദുആർന്നോണ്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും ഉമ്മത്തുക്ക് പേനായിട്ട് ദുആർന്നോണ്ടുണ്ട്. അങ്ങനെ സുദീർഘമായ നിസ്കാരത്തിൽ പിന്നെ ആയിഷ ഉമ്മ കേട്ടോണ്ടുണ്ട്, ഓ നബിയേ, ഈ ഉമ്മത്ത് കിട്ടിയാൽ പിന്നെ എല്ലാം മറന്നറ നബിയെ ചെന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്തൊരു ചൊല്ലുകൊണ്ടുണ്ടാ, ഓ ആയിഷ, ഈ ദുനിയാവിലും ഖബറിലും നാല് ആഖിറത്തിലും ഞാൻ ജീവിക്കരുത്, ഈ ഉമ്മത്തിങ്ങടെ രക്ഷപ്പെടുത്തുകല്ലേ. നാല് ആഖിറത്തിലും ഈ ഉമ്മത്ത് ശഫാഅത്താക്കുന്ന ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുജൂദിലെ ദൈർഘ്യത എത്ര കൊണ്ടുണ്ടാ. അതേ ഒരു വാരത്തം കണ്ടിന്യൂ ആയിട്ട് ഒരു മടക്കമില്ലാണ്ട് ഒരു വാരം തലയെടുക്കാണ്ട് സുജൂദ് എടുക്കട്ട് ദീർഘതയായിട്ട് കിട്. ഞങ്ങൾക്ക് മാത്രം ഒരു തസ്ബീഹ് നിസ്കാരത്തിൽ ഞങ്ങൾക്ക് ഭംഗാവട്ടെ. അതുകൊണ്ട് സമയത്ത് അഭാവമുണ്ട്. എൻ്റെ പലക്കത്ത് നിപ്പാട്ട വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫൂതനാ തല്ലഖുദ് ദുനിയാ വഖാഫുദ് ഫിതനാ. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞെങ്കത്തെ ജഡ്ജസ്മാർ, അതേപോലെ തന്നെ മുന്നോട്ടുച്ചെങ്കത്തെ പ്രസപ്പെട്ട മുഅ്മിനീങ്ങളെ,
ആമുഖത്തുകൊന്നും കടക്കാണ്ട് നൻ്റെ വിഷയമായങ്കത്തെ സുഹദ് അതിനെ കുറിച്ചിട്ട് തെല്ല് ഞങ്ങൾ ചർച്ചയാക്കിയിട്ട് പിരിയ ഇൻഷാ അല്ലാ. അല്ലാഹു തആല ഞങ്ങളോട് ഓർമ്മിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗമായ എങ്കത്തെ ജന്നാത്തു നഈമിൽ ഓർമ്മിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഞങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴത്തേക്കും ഈ ദുനിയാവിൽ ഒരുപാട് ആഡംബരങ്ങൾ ഞങ്ങൾക്ക് കിട്ടും. ഈ ദുനിയാവിലുള്ളെങ്കത്തെ ജീവിത ഞങ്ങൾക്ക് നല്ല സുഖകരമായിട്ടിക്കൂ, നല്ല ഞങ്ങൾക്ക് ഭേണായെങ്കത്തെ എല്ലാ ദേഹേച്ഛകളെ തീർക്കൂ, ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് ഇക്കൂ. ആയെങ്ക ഞങ്ങൾ അള്ളാഹുടെ പേടിച്ച് മാത്രമേ ഈ ദുനിയാവിൽ ജീവിക്കണു. കാരണം ഈ ദുനിയാവ് ചൊല്ലത് ഒരിക്കും ശാശ്വത അല്ല. ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് കുറഞ്ഞെങ്കത്തെ ഒരു സമയം മാത്രമേ ഉള്ളേ. അല്ലാഹു തആല അതാണ് ഖുർആനിൽ ചൊല്ലുടേ. അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലുടാ കുൽ മതാഉദ് ദുനിയാ ഖലീലുൻ. ഈ ദുനിയാവ് ചൊല്ലത് ഒരു കുറഞ്ഞെങ്കത്തെ ഒരു സമയമായിട്ടിക്കറ്. നിങ്ങൾ ആ ദുനിയാവിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ആഡംബര തണ്ട, അവിടെ നിങ്ങൾക്ക് അവനക്ക് ഒരുപാട് നിങ്ങൾക്ക് അവകാശങ്ങൾ തണ്ട ഹറാമാക്കൂ. കാരണം അതെല്ലാം നിങ്ങൾ ഒരു പരീക്ഷണമായിട്ടിക്കിട്. ആ പരീക്ഷണം എല്ലാം നിങ്ങൾ വിജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വിജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആഖിറത്തിൽ വിജയമുള്ളേ. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുടാ വൽ ആഖിറതു ഖൈറുൻ ലിമനിത്തഖാ. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടിയെങ്കത്തെ അവസരങ്ങ, നിങ്ങൾക്ക് ഇവിടെ കിട്ടിയെങ്കത്തെ ഒരുപാട് ടൈമുങ്ങ നിങ്ങൾ നല്ല നിലക്ക് ഉപയോഗിച്ചുണ്ടായെങ്കിൽ, അതിൽ നിങ്ങൾ തഖ്വത്തിൽ നിങ്ങൾ ജീവിച്ചുണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആഖിറത്തിൽ ഉപകാരപ്പെട്ടേ. ആ ആഖിറത്തിൽ നിങ്ങൾ ആ ആഖിറത്തെ ജീവിതം, ആ സ്വർഗമായെങ്കത്തെ ഞങ്ങളെ മടക്കം അത് ഞങ്ങൾക്ക് സാധിക്കുക അവിടെ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു അലാ ഇന്ന ദുനിയാ മൽഊനത്തുൻ മൽഊനും മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹ്. ഈ ദുനിയാവ് ചൊല്ലത് അത് ഉപേക്ഷിക്കപ്പെട്ടതാണ്. ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് എന്ത് ആഡംബരയുന്നുണ്ടായെങ്കും, എത്ര ആസ്തിയുന്നുണ്ടായെങ്കും, എത്ര വലിയ ഫഖ്ർ ചൊല്ലുന്നുണ്ടായെങ്കും അഹങ്കരിച്ച് നടക്കുക തീരാ, ഇത് ഉപേക്ഷിക്കപ്പെട്ടതാണ്. ഈ ദുനിയാവിടെ പിൻപറ്റി ജീവിക്കിടവനു അവന് എന്തും ഇല്ലാണ്ടായി പോണ്ട. ആഖിറത്തിൽ അവന് ഉപകാര വേണ, അവന് സുഹൃദായിട്ട് ഈ ദുനിയാവിൽ കിട്ടെങ്കത്തെ ആഡംബരത്തെ, അവൻ്റെ കിട്ടെങ്കത്തെ ആസ്തിരെ അത് അള്ളാഹുടെ പാതലായിട്ട് അവന് ചെലവഴിക്കണു. എന്നെങ്കിൽ മാത്രമേ അവനക്ക് ഈ ദുനിയാവിൽ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് ആഖിറത്തിൽ അവന് വിചാരിക്കണമെങ്കിൽ സ്വർഗലോകത്തെ എത്തുക സാധ്യമാവിടെ, ആഖിറത്തെ വിജയം കൈപ്പറ്റുക അവനക്ക് സാധ്യമാവിടെ. നിങ്ങൾക്ക് കൊന്നില്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു എത്ര വലിയ മഹാനാണ്. ആ മഹാന്റെ മുന്നത്തെ ചരിത്രം നോക്കിയെങ്ക നല്ല വലിയ പൈസക്കാരനാണ്. ഒരു രാഷ്ട്രമേ ആടളിത്താക്കിക്കൊണ്ടിരുന്നെങ്കത്തെ വലിയ ഒരു രാജാവായിട്ട്, ഒരു രാഷ്ട്രമേ ആടളിത്താക്കിക്കൊണ്ടിരുന്നെങ്കത്തെ രാജാവ് ഒരു ദിവസം അവിടുത്തെ എല്ലാ റൗണ്ട്സ് എല്ലാം തീർന്നിട്ട് ഒരു രാഷ്ട്രത്തിൽ ഒരു റൗണ്ട്സ് അടിക്കുക, ഒരു സിറ്റിയിൽ ഒരു റൗണ്ട്സ് അടിക്കുക പോകണ്ടു. ആ റൗണ്ട്സ് എല്ലാം തീർന്നിട്ട് തൻ്റെ അരമനക്ക് വന്നപ്പോ ആ കട്ടിൽ നല്ല മെത്തനയുടെ കട്ടിൽ, ആ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുടെ നല്ല മെത്തനയുടെ കട്ടിൽ അവിടുത്തെ അടിമ സ്ത്രീ കിടന്നിട്ടുണ്ടു. കിടന്ന് നല്ല വർക്കാണ്. അപ്പോൾ അതാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിടെ വന്നിട്ട് നല്ല ഒരു അടി കൊടുക്കുടു. നല്ല ഒരു പൊളിയാണ്, ആരും വെറന്നിട്ട് പോവാർ. അങ്ങനത്തെ ഒരു പൊളി കൊടുത്തപ്പോ ആ പെണ്ണവിടെ ചിരിക്കിട്. ഈ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു അവിടെ ഭയങ്കര ഒരു അത്ഭുതമായി പോയിട്ട് ആ പെണ്ണിനോട്ട് കേക്കിട്, എൻ്റെ പെണ്ണെ, ഞാൻ ഇത്ര ഒരു അടി തന്നിട്ടും ഞാൻ ഒരു രാജാവായിട്ടും നൻ്റെ മുന്നോട്ട് നിക്കൊരു പേടിയില്ലല്ലേ, നീ എന്ത് തൻ്റെ മുന്നോട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടുള്ളേണ്ട് കേൾക്കുമ്പോഴത്തേക്കും ആ പെണ്ണവിടെ കൊടുത്തൊരു മറുപടിയുണ്ടോ. ഞങ്ങൾ എല്ലാവരും ചിന്തിക്കണായതായിട്ടിക്കട്, ഞങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ഉൾക്കൊള്ളണായതായിട്ടിക്കറ്. അവിടുത്തെ ആ പെണ്ണ് ചൊന്നു കൊടുക്കുറു, ഈ നല്ല മെത്തൻ്റെ കട്ടില് ഞാൻ ഉറക്ക ഇങ്ങനെ കിടന്നിട്ടാകുമ്പോഴത്തേക്കു നക്ക് നല്ല വർക്ക് വന്നു പോയിട്ട് ആ ഒരു വർക്ക് പേനായിട്ട് നക്ക് ഒരു പൊളി കിട്ടണ്ടായെങ്കിൽ എല്ലാ നാളും നിങ്ങൾ കിടക്കിടാറ്. അപ്പൊ നിങ്ങളെ റബ്ബായെങ്കത്തെ അള്ളാഹു, നിങ്ങൾ ആ റബ്ബുടെ അടിമയല്ലേ, ആ അടിമയായെങ്കത്തെ നിങ്ങൾക്ക് അള്ളാഹു താല എത്ര അടിക്കൊണാവൂ, നിങ്ങൾക്ക് ആ എത്ര ശിക്ഷ കിട്ടുകൊണ്ട് ആലോചിച്ചിട്ടായിട്ട് നക്ക് ചിരിക്ക വന്ന് പോയേണ്ട അവിടെ അടിമ സ്ത്രീ ചൊന്നു പോയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കണായ വിഷയ ഈ ദുനിയാവിൽ
ദുനിയാവുലെങ്കിൽ ആഡംബര ജീവിതം ഒന്നും ശാശ്വതമല്ല. ഞങ്ങൾ എല്ലാവരും ആഖിറത്തുക്ക് വേനായിട്ടായിട്ട് നിയോഗിക്കപ്പെട്ടിട്ട് ഞങ്ങളുടെ അല്ലാഹു തആല തന്നെങ്കിൽ ആഡംബരം എല്ലാം ഞങ്ങൾക്ക് പരീക്ഷണമായിട്ട് മാത്രമല്ല അലി റളിയല്ലാഹു തആല അൻഹു ചൊല്ലു ഇർതാലത്തി ദുനിയാ മുദ്ബറത്തുൻ ഞങ്ങളെ ദുനിയാവ് ഇങ്ങനെ പിന്നെ പിന്നെ പിറകെ പോയോണ്ടുണ്ട്. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബലത്തുൻ ആഖിറത ഞങ്ങളെ മുട്ട വന്നോണ്ടുണ്ട്. വലികുല്ലി വാഹിദത്തി മിൻഹാ ബനൂൻ എല്ലാ ആഖിറത്തുക്കും ദുനിയാവുക്കും എല്ലാ മക്കളുള്ളാർ ഫകൂന മിൻ അബ്നാഇൽ ആഖിറ നിങ്ങ ആഖിറത്തെ മക്കളിൽ പെട്ടങ്ങാവറുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഞങ്ങൾ ഒരു ഉപദേശത്തുണ്ട്. കാരണം ഞങ്ങൾ ദുനിയാവുടെ മക്കളിൽ പെട്ടങ്ങായെങ്കിൽ ഞങ്ങൾ കാലി എന്തായി പോവാ ദുനിയാവുക്ക് മാത്രം സീമിതമായിട്ട് ആഖിറത്തിൽ ഒരേ ഒരു ഉപകാരമില്ലാണ്ട് ഞങ്ങളെ നാവിടെ പെരട്ടിക്ക് വലിച്ചു കെട്ടെങ്കിലത്തെ സമയത്തിൽ ഞങ്ങളെ കൈകാലങ്ങൾ ഞങ്ങൾ ആക്കിയ ഹറാമ് ചൊല്ലുമ്പോഴത്തേക്ക് ഒരേ ഒരു നല്ല കാര്യങ്ങൾ ചൊല്ലുകില്ലാത്ത പോലെ ആയി പോവും. അതുകൊണ്ടിട്ട് മുഅ്മിനീങ്ങളെ നല്ല നിലക്ക് അള്ളാഹുടെ പേടിച്ചിട്ട് ജീവിക്കണു. അള്ളാഹു തആല കാട്ടി തന്നെങ്കത്തെ ആ തെറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടെങ്കത്തെ തെറു ഖുർആൻ ചൊന്നെങ്കത്തെ തെരുൾ മാത്രമേ ഞങ്ങൾ നടക്കണു. എത്ര ആഡംബരം ഇന്നുണ്ടായെങ്കും എന്ത് സുഖ സമ്പത്ത് ഇന്നുണ്ടായെങ്കും എല്ലാത്തെ വെടിഞ്ഞിട്ട് അള്ളാഹുടെ പാതലായിട്ട് മാത്രമേ ഞങ്ങൾ ജീവിക്കണു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഞങ്ങൾ എല്ലാവരും അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവന് തന്നെങ്കത്തെ എല്ലാ സമ്പത്തും നല്ല നിലക്ക് ചെലവഴിച്ചിട്ട് അള്ളാഹുടെ പാതയിലായിട്ട് ഞങ്ങളെ ജീവിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. تقوى الإله مدعار كل سعادة واتباع أهواء رأس شر هبائلا. എൻ്റെ പെരുസത്തെ മുത്തഅല്ലിമിങ്ങ റബ്ബു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഇവിടെ ഒട്ടുകെ ചേരിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും ഒട്ടു ചേരാട്ടിട്ട് അല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതൊരു മനുഷ്യ അവನು എപ്പോഴും ಬೇರೆಕಿಡೆ ನಾನು എല്ലാത്തിലും വിജയിക്കണം. അപ്പോൾ ഒരാൾ വിജയിക്കൊണ്ടായെങ്കിൽ സത്യത്തിൽ ഒരു മുഅ്മിനായ ആൾ വിജയിക്കൊണ്ടായെങ്കിൽ അവനക്ക് സ്വർഗവേനായിട്ട് കിട. ആ സ്വർഗത്തേക്ക് പോകുന്നുള്ള തെരുവും മഹാന്മാരായ പണ്ഡിതന്മാർ ഞങ്ങൾ ചെന്നുകൊണ്ട് നിന്നാറ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹജ്ജത്തുൽ വദാഇയുടെ നാലുണ്ട് ഒരു പ്രസംഗിക്കിട്. അതിലെ ആ ഫസ്റ്റ് ചൊല്ലിയ വിഷയം ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുടെ സൂക്ഷിക്കണം. പിന്നായിട്ടിക്കട് നിങ്ങൾ കൃത്യമായിട്ട് നിസ്കരിക്കണം. റമദാൻ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോക്കണം. നിങ്ങൾ ഉള്ള പൈസത്തിന് നിങ്ങൾ സകാത്ത് കൊടുക്കണം. നിങ്ങൾ നേതാക്കന്മാരെ അനുസരിച്ചിട്ട് ജീവിക്കണം. അങ്ങനെ ഇന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ പ്രവേശിക്കാം, നിങ്ങൾക്ക് സ്വർഗത്തേക്ക് പോവാം. ആ ഹജ്ജത്തുൽ വദാഇയുടെ നാലുണ്ട് പ്രസംഗിച്ച പ്രസംഗ നിങ്ങൾ ഫസ്റ്റ് അല്ലാഹുവിടെ സൂക്ഷിക്കുക. നിങ്ങളെ കൽബിൽ എപ്പോഴും തഖ്വ വേണോ ചൊന്നിട്ടായിട്ടിക്കട. മഹാന്മാർ ചൊല്ലാറ് അഹ്ലു തഖ്വ, തഖ്വയുടെ അഹ്ലുകാർ ആരായിട്ടിക്കട. അങ്ങ ഹും ഇബാദുർ റഹ്മാൻ, അങ്ങ് അള്ളാഹുടെ പാർട്ടിയായിട്ടിക്കട്, അള്ളാഹുടെ യഥാർത്ഥമായ അടിമ ആയിട്ടിക്കട്. പിന്നെ ചൊല്ലാറ് അഹ്ലുൽ ഹവാ, തടീച്ചയുടെ പിമ്പറ്റ ആളുമാറുള്ളാറല്ലേ. അങ്ങ് ഹും ഹിസ്ബു ശൈത്താൻ,
അങ്ങ് ശൈത്താൻ്റെ പാർട്ടിയായിട്ടിക്കട്. അപ്പം ആ ഫസ്റ്റ് ചൊന്നല്ലേ വിജയിക്കോകുള്ള മാർഗം, അത് തഖ്വയുടെ മാർഗമായിട്ടിക്കിടല്ലേ. ആ തഖ്വയുടെ മാർഗ കിട്ടുണ്ടായെങ്കിൽ മഹാന്മാർ ചൊല്ലാറ് അവനുക അതാ ശരീഅത്ത് വേണം, ഹഖീഖത്ത് വേണം, ത്വരീഖത്ത് വേണം. അപ്പൊ എന്തിനായിട്ടിക്കിട് ശരീഅത്ത്? ഇംതിസാലു അവാമിരില്ലാഹി തആല വ ഇജ്തിനാബു നവാഹിഹി. അല്ലാഹു ചൊന്ന കാര്യമെല്ലാം അനുസരിച്ചിട്ട്, അതേ അല്ലാഹു വെടിയു ചൊന്ന എല്ലാ കാര്യം വെടിഞ്ഞിട്ട് ജീവിക്കണങ്ങായിട്ടിക്കിട്. യഥാർത്ഥ ശരീഅത്ത് അനുസരിച്ച് പ്രവർത്തിക്കിടങ്ങ. അതേപോലെ നല്ല സൂക്ഷ്മത ഉള്ള ആത്മാറുമായിട്ടിക്കിട്. അങ്ങനൊക്കെ ഇന്നെങ്കിൽ മാത്രം ഹഖീഖത്തായ ആ വഴി എത്തുകൊള്ള, ആ വഴി ഹഖീഖത്ത് എത്തുകൊള്ള സാധ്യത എല്ലാവർക്കും അവിടെ മഹാന്മാർ വിശദീകരിച്ചാറ്. തഖ്വത്തെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചാറ്. ഒന്നാമത്തേത് തഖ്വൽ അവാം, അതേ രണ്ടാമത്തേത് അത്തഖ്വൽ ഖവാസ്, മൂന്നാമത്തേത് അത്തഖ്വൽ ഖവാസും ബിൽ ഖവാസ്. എന്തിനായിട്ട് ഇവിടെ തഖ്വൽ അവാം ചൊന്നെങ്കിൽ അതേ ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ചൊല്ലിടും അത്തഖ്വ അനിൽ അദാബിൽ മുഖല്ലദി ബിത്തബർദി അനിശ്ശിർഖി. അല്ലാഹു ശിർക്ക് വെക്കട എന്തെല്ലാം കാര്യമുണ്ടോ അതിലെല്ലാം പൂർണ്ണമായിട്ട് വിട്ടുട്ടും അല്ലാഹു ഒരാളായിട്ടിക്കട്. ആ വിശ്വാസ കൽബിൽ ഇന്നങ്ങ് ആളായിട്ടിക്കട്. അല്ലാഹു ഖുർആനിൽ ചൊല്ലിടും വഅൽസമുഹും കലിമത്തുത് തഖ്വാ. ആ മുഅ്മിനീങ്ങളായ ആളുടെ കലിമത്ത് എന്തുകൊണ്ടുണ്ട? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ അല്ലാഹു അല്ലാണ്ട് ഒരു ഇലാഹുമില്ല, അല്ലാഹുവിന്റെ റസൂൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങായിട്ടിക്കട്. രണ്ടാമത്തെ കാരണം ചൊന്നല്ലേ തഖ്വൽ ഖവാസ്, അത്തജന്നുബു അൻ കുല്ലി മാ യുസമു മിൻ ഫിഅലിൻ തർകുൻ ഹത്ത സഗായിറു ഇൻദ ഖൗം. അതേ തപ്പായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടോ അതിലെല്ലാം പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കി ജീവിക്കണങ്ങ് ആയിട്ടിക്കട്. അങ്ങനെ ചൊന്ന ഖുർആൻ എന്തുകൊണ്ടുണ്ട? വലൗ അന്ന അഹ്ലുൽ ഖുറ ആമനൂ വത്തഖൂ. അങ്ങ് അള്ളാഹുടെയും അള്ളാഹിന്റെ റസൂലും അതേ വിശ്വസിക്കിടാറ്. പക്ഷേ വത്തഖൂ അങ്ങ് ചെറിയ തപ്പടയും വലിയ തപ്പടെല്ലാം സൂക്ഷിച്ച് ജീവിക്കിടങ്ങായിട്ടിക്കിട്. മൂന്നാമത്തെ കാറ്റഗറി അത് വലിയൊരു കാറ്റഗറി ആയിട്ടിക്കിട്. അത്തഖ്വൽ ഖവാസു ബിൽ ഖവാസ്. അങ്ങ് അള്ളാഹു പൂർണ്ണമായിട്ട് വൈപ്പെട്ടിറങ്ങായിട്ടിക്കിട്. അങ്ങ് അള്ളാഹുടെ അനുസരിക്കിടങ്ങായിട്ടിക്കിട്. അങ്ങ് അള്ളാഹു ഒരിക്കലും തപ്പാക്കുക പോണ്ടില്ല. അള്ളാഹുടെ എല്ലാ സമയത്തും ഓർമ്മയുള്ള ആൽമാറായിട്ടിക്കിട്. എൻ്റെ പിരിസത്തെ ചങ്ങായി മാറ്റം ഞാൻ ചൊല്ലട്ട. അങ്ങനെ അള്ളാഹുടെ പോലും ഞങ്ങൾ ഓർമ്മ വെച്ചുകൊണ്ട് അള്ളാഹുടെ ആ ദിക്റും ഫിക്റിലായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇത്രമാത്രം ചെന്നിട്ടുണ്ടാണ് എൻ്റെ പ്രസംഗത്തിൽപ്പെട്ടിട്ട്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.